വിഷയങ്ങളുണ്ടാകും, പക്ഷെ അതിനേക്കാൾ ഇവർക്ക് ബലമുണ്ട്. ഇവർക്ക് വിഷയങ്ങൾ നമ്മളെ ബലഹീനമാക്കുന്നത് എന്താ കാര്യം? നമ്മളെ ബലം പിടിപ്പിക്കാനാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അതാണ് സംഭവം. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിനാണ് ഉപ്പിടുന്നത്. വിശ്വാസം അവിടെ എന്ത് ചെയ്യണേ? വിശ്വാസം പ്രാർത്ഥന അല്ലത്, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം അവിടെ പ്രയോഗിക്കുകയാണ് നമ്മൾ ചെയ്യണത്. വിശ്വാസത്തിന് പ്രാർത്ഥന ഉണ്ട്, വിശ്വാസത്തിന് പ്രഖ്യാപനമുണ്ട്. ഇപ്പം മഴയത്ത് നടന്നുകൊണ്ട് മഞ്ഞത്ത് നടന്നുകൊണ്ട് കൊന്തേരണ വിശ്വാസ പ്രഖ്യാപനമാണ്. ഉപ്പ് കൊണ്ടുപോയിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലണത് എന്താണ്? വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രയോഗം ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതല്ല. വിശ്വാസ പ്രയോഗം ആദ്യം മുതലേ ഉള്ളതാണ്. നിങ്ങൾ രോഗിയാണെങ്കിൽ സഭയിലെ പുരോഹിതനെ വിളിക്കുക, അവൻ കൊണ്ടുവന്ന് തൈലം പ്രയോഗിച്ചുകൊണ്ട്. അതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞത്. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. ബലഹീനതയിൽ ബലമേകി ബലവായോരു നടന്നിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവായോരു നടന്നിടുന്നു. കൃപയായി കൃപയായി കൃപയാനുദിനവും കൃപയായി കൃപയായി കൃപയാനുദിനവും. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് 5:14 വിശ്വാസ പ്രയോഗമാണ് ഇപ്പൊ സബ്ജക്റ്റ്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ തൈലാഭിഷേകത്തിനാണ് പ്രയോഗം എന്ന് പറയണത്, വിശ്വാസ പ്രയോഗം. അത് ബൈബിളിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ തൈലാഭിഷേകമുണ്ട്. ഉപ്പൊക്കെ ഇടുന്നത് എന്താ? ദൈവത്തിൻ്റെ ഇതെല്ലാം ഇടുന്നത് എന്തിനാ? നമ്മുടെ പേരിലല്ല. എന്തിനാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. കർത്താവിൻ്റെ നാമം അവിടെ ശക്തിപ്പെടുത്തുന്നത് എന്താണ്? കർത്താവിൻ്റെ നാമമാണ് ശക്തിപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ശരിക്കും വേണ്ടത് എന്താ? മനുഷ്യന് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടത് ശ്രുതികട മക്കളെ യേശു സ്വന്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദേവപിതാവേ നന്ദി, ദേവപിതാവേ മഹത്വം, ദേവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദാനിയേൽ 10:18 എടുത്തേ. ദാനിയേൽ 10:18. ശ്രുതികട്ടെ ഹല്ലേലൂയ. ദാനിയേൽ 10:18-19. മനുഷ്യരൂപത്തിലായിരുന്നവൻ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയണതാണ്. ദാനിയേലിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ശക്തി വരുന്ന പറയുകയാണ്. അതാണ് പ്രോസസ്സാണ് എല്ലായിടത്തും നടക്കുന്നത്. മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച്
ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു, പ്രഭോ സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു. അതാണ് വചനം. വചനം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴും പറയണത് കേൾക്കുമ്പോഴും കേട്ടത് പ്രാവർത്തികമാക്കുമ്പോഴും എംപവർ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. ഈ ഉടമ്പടി എന്ന് പറയുന്ന വചനം പ്രാവർത്തികമാക്കിക്കൊള്ളാമെന്ന് നമ്മൾ പറയണത്. അവൻ പറയണത് പോലെ ചെയ്തുകൊള്ളാൻ, ജീവിച്ചുകൊള്ളാമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ടിജി പറയണത് ഉടമ്പടി എനിക്ക് ഒരു നടപടിക്രമമല്ല, പ്രത്യേകിച്ച് ജീവിത രീതിയാണെന്ന് പറയണം. ജീവിത രീതിയാണെന്ന് പറയണം. ഇപ്പം എന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്കറിയാം, കാനഡയിൽ ഉള്ളവർക്കറിയാം, ഇപ്പം PR കിട്ടാം. PR എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് റെസിഡൻസാണ്. ഈ കമ്പനി ജോലി കിട്ടിയാലും PR കിട്ടാൻ പാടാണ്. PR കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പോരേണ്ടി വരും അവിടെ നിന്ന്. PR എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്, അവിടെ സ്ഥിരമായ താമസത്തിനുള്ള സർട്ടിഫിക്കറ്റാണ്. അത് കിട്ടാൻ പാടാണ്. ഇപ്പം എല്ലാം റിജക്ഷനാണ് വരുന്നത്, ഭയങ്കര റിജക്ഷനാണ്. അപ്പോൾ ടിജി എന്ത് ചെയ്യും? ടിജി അപ്പോഴും ഉടമ്പടി തൈലം എടുത്ത് പാസ്പോർട്ടിൽ തേച്ചിട്ട് വിശ്വപ്രമാണം ചെല്ലും, ഇത് സെൻഡ് ചെയ്യും. അതാണ് ഉടമ്പടി. അവർ ആദ്യമേ പറഞ്ഞത്, എനിക്ക് ഉടമ്പടി ഒരു നടപടിക്രമമല്ല, മറിച്ച് ഒരു ഉടമ്പടി എനിക്ക് പാലിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. അത് അവരുടെ ഒരു ഇതാണ്, അനുഭവമാണ്. ഉടമ്പടി നിങ്ങളെ പലരും ചെയ്യണത് പാലിക്കുകയാണ് ചെയ്യണത്. അങ്ങനെയല്ല, ഉടമ്പടി ജീവിച്ച് മാറ്റുകയാണ്. എന്താണ്? ആ പാസ്പോർട്ടിൽ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തേരം തേച്ചിട്ട് പാസ്പോർട്ട് സെൻഡ് ചെയ്യും ഗവൺമെൻറ്റിലേക്ക്. ഇപ്പോൾ എന്നാ പറ്റിക്കണമെന്ന് അറിയാം, ഒറ്റ ആഴ്ച കൊണ്ട് ഇവർക്ക് PR കിട്ടും. അപ്പോൾ ഇത് കേൾക്കുന്നത് കാനഡയിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ളവർ ഞെട്ടിപ്പോവും. കാര്യം അവർ ആ 3 കൊല്ലമായിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്, 3 കൊല്ലമായിട്ട്. ഇതെന്ന് പറയണത്, ഉടമ്പടിയുടെ രീതി എന്ന് പറയണത്, നമ്മൾ സത്യസന്ധരാണെന്ന് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണതാണ് ഇതിൻ്റെ റിസ്ക്. നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കാൻ വന്നതാണല്ല, വയറ്റിപ്പഴപ്പിന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും അനുഗ്രഹം അടിച്ചു മാറ്റാൻ വന്നതല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വന്നതാണെന്ന് ഒരു നിമിഷമെങ്കിലും നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പിടികിട്ടിയാൽ പിന്നെ നിനക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. മൗനപ്രാർത്ഥനയിലും വ്യക്തിപരമായ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് 2 മിനിറ്റ് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ സ്നേഹിക്കുവാൻ, ഈശോയെ, കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമെല്ലാം ചെയ്യുമ്പോൾ ഈശോ ദൈവരാജ്യ വികസനത്തിനായി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഈശോ നിന്നെ കണ്ടുകൊണ്ട് ചെയ്യുവാൻ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. വിശേഷവിധിയായി ചെയ്തുകൊണ്ട് ഈശോയെ കൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എത്രയും വേഗം ഞങ്ങളെ ഓരോരുത്തരെയും ഈ അൾത്താരയിൽ നിർത്തണമേ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയമുള്ളവരെ, ചെമ്പനാഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഇവിടെ ഫെബ്രുവരി 15 വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് എൻ്റെ മകൻ ഈ നിൽക്കുന്ന സെബാസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടിയെടുത്തത്. ഈ മകൻ ചെമ്പിപ്പള്ളിയിലെ കപ്പ്യാരായി ശുശ്രൂഷ ചെയ്യുകയാണ്. ചെമ്പിപ്പള്ളിയുടെ അടുത്ത് വെച്ച് ഒരു ബൈക്ക് അതിസ്പീഡിൽ വന്ന് സൈഡിൽ നിന്ന് ഇവനെ ഇടിച്ചു തെറിപ്പിക്കുകയും ഇവൻ തലയടിച്ച് തലകുത്തി ആ റോഡിൽ വീഴുകയും ബോധം പോവുകയും ചെയ്തു. മറ്റുള്ള എല്ലാവരും ഓടിയെത്തി അവനെ എടുത്തുകൊണ്ട് ഇൻഡോ മെരീൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എത്രയും പെട്ടെന്ന്. എന്നാൽ അവന് സംസാരിക്കാനോ കൈകാലുകൾ അനക്കാനോ അവന് കഴിഞ്ഞില്ല, കണ്ണ് തുറന്നിരുന്നില്ല. ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ അവനെ CT സ്കാൻ എടുക്കുകയും അവനെ തല ഓട് പൊട്ടിയിട്ടുണ്ടെന്ന്, റാ പോലെ ആകൃതിയിൽ പൊട്ടിയിട്ടുണ്ടെന്നും ഇവിടെ തുറന്നിരിക്കുകയാണെന്നും ഡോക്ടർ സ്കാനിങ്ങിലൂടെ ഞങ്ങളോട് പറഞ്ഞു. ബ്ലീഡിംഗ് ഉണ്ട്, തലയിൽ നീർക്കെട്ടിലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അവന് എത്രയും പെട്ടെന്ന് അവൻ്റെ ഭാര്യയെ അറിയിക്കാൻ പറഞ്ഞു. അവൻ്റെ ഭാര്യ ഇസ്രായേലിൽ വേല ചെയ്യുകയായിരുന്നു. അങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് മെസ്സേജ് അയക്കുകയും ഇസ്രായേലിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ ചെമ്മനാഗിരി ഇൻഡോ മെരീൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഈ ഒരു വശം തളർന്നു പോവുകയും അവനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നും പറഞ്ഞു. മാത്രമല്ല 6 ആഴ്ച മുതൽ 12-16 ആഴ്ച അവൻ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അവിടെ നട്ടം തിരിഞ്ഞു നിന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൃപാസനത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ ഒത്തിരി വാരിക്കൂട്ടുകയും ചെയ്യുന്ന മക്കൾ ആ പരിസരത്തുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമേ അവനെ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഫെബ്രുവരി 11 അവൻ മരിച്ചതുപോലെ ആയിരിക്കുന്നു, മരിച്ചു എന്ന് മാത്രം സർട്ടിഫിക്കറ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഡോക്ടർ ചെയ്തിട്ടുള്ളൂ. കാരണം അത്രമാത്രം പ്രോബ്ലത്തിലൂടെയായിരുന്നു ആ കടന്നുപോക്കൽ. അങ്ങനെ
ഈ കൃപാസനത്തിൽ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ദൈവാനുഗ്രഹം അന്ന് ഞാൻ മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കൃപാസനത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അവിടെയുള്ളവരോട് അന്വേഷിച്ച് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ ബെറ്റി എന്നൊരു സഹോദരിയും അവളുടെ ഭർത്താവും കൂടെ പോന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഉടമ്പടി എടുക്കാനായി ഞങ്ങൾ പരിശ്രമിച്ചു. ഉടമ്പടിക്ക് വേണ്ടി ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ വളരെ ആവേശത്തോടെ കൊടുത്തു. അവർ ഒരു ടോക്കണെല്ലാം കയ്യിൽ തന്നെങ്കിൽ പോലും തിരിച്ചവർ ചോദിച്ചു, അതിങ്ങനെ തരൂ, ചേട്ടന് ഉടമ്പടി എടുക്കാനുള്ള സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തരിയില്ല, എൻ്റെ മകൻ മരണവുമായിട്ട് മല്ലടിക്കുകയാണ് ഹോസ്പിറ്റലിൽ, അതുകൊണ്ട് ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കതിന് കഴിയില്ല, നിങ്ങൾക്ക് ഏജ് എത്രയായോ, പ്രായം എന്തുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 70 വയസ്സായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കിട്ടത്തില്ല എന്നും പറഞ്ഞു. ഇവിടെ 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഉടമ്പടി എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. കാരണം ഇവിടുത്തെ ആവശ്യം അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു ഓടി വന്നു. ഇപ്പോൾ ഞാൻ പറയുന്നേക്കാൾ ഉപരി ആ കൗണ്ടറിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് യാചിച്ചത്. അവൻ്റെ ജീവൻ കിട്ടണം മാതാവിൻ്റെ അടുത്ത്, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, സാധിക്കില്ല, നിയമം അനുവദിക്കുന്നില്ല, നിങ്ങൾ മാറിയെന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. ഏതൊരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, നിയമം എല്ലാവർക്കും ബാധ്യതയല്ലേ, നമുക്ക് മാറിക്കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മാറില്ല, എന്നെ കൊന്നാലും മാറില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ ടോക്കൺ സ്പെഷ്യൽ എന്തോ ഒരു സീലടിച്ച് എനിക്ക് തന്നു. ഏതോ ഒരു പ്രേക്ഷിതൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കണ്ണുനീര് മതി, അവിടെ മാതാവ് ഇടപെടും എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിച്ചു, ഈ കണ്ണുനീര് മതിയോ? ഈ കണ്ണുനീര് മതി, ഇത് സഞ്ചാരിയായ മാതാവാണ്, അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. എന്തുകൊട്ടെ ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ഉടമ്പടിക്കുള്ള ടോക്കൺ കിട്ടി. ഞാൻ അങ്ങോട്ട് മാറിയെന്ന് ഇസ്രായേലിൽ നിന്ന് വന്ന എൻ്റെ മകളെ ഞാൻ വിവരം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞു, മോളെ ഞാനിവിടെ എത്തി, ഉടമ്പടി കിട്ടി, പക്ഷെ അത് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടി, ഒരുപാട് തല്ലിപ്പെടുത്തുണ്ടാക്കിയിട്ടാണ് മേടിച്ചതെന്ന് പറഞ്ഞു. എന്താണ് കാരണം? അത് 70 വയസ്സ് കഴിഞ്ഞതാണ് പ്രശ്നം എന്ന്. അപ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നു, ചേട്ടന് രോഗങ്ങളില്ലേ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് രോഗങ്ങളുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ ഹെൽത്ത് എനിക്കുണ്ട്, അങ്ങനെയെങ്കിൽ ഉപവസിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഉടമ്പടി തന്നത്. അത് ഞാൻ അവരോട് മോളോട് പങ്കുവെച്ചു. വളരെ ബുദ്ധിമുട്ടി കിട്ടി എന്ന് പറഞ്ഞ് ആ ഉടമ്പടി എടുത്ത് അപ്പോൾ തന്നെ അവൾ പറഞ്ഞ്, ഇപ്പോഴാണ് ഞാൻ ICUയിൽ കയറി അവിടെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ ആ ഭർത്താവ് എന്നെ 2 കണ്ണുകൾ തുറന്ന് കാണുകയും എൻ്റെ കൈക്ക് പിടിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ മാതാവ്, സഞ്ചാരിയായ മാതാവ്, ഏതൊരു പ്രേക്ഷിതം പറഞ്ഞു, സഞ്ചാരിയായ മാതാവാണ് അവിടെ ഇടപെട്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പൂർത്തിയാക്കി. ഇപ്പോൾ ബാക്കി നടന്നത് എന്താണെന്ന് എൻ്റെ മകൾ നിങ്ങളോട് വിശദീകരിക്കും. പ്രൈസ് ദി ലോർഡ്. പപ്പ ഉടമ്പടി എടുത്ത തൈലവും കാശുരൂപവും എൻ്റെ കയ്യിൽ കൊണ്ടേ തന്നു. ഞാൻ ICUയിൽ കയറുമ്പോഴെല്ലാം ഇച്ചായൻ്റെ തലയിലും കണ്ണിലും ചുണ്ടിലും തൊണ്ടയിലും വയറ്റത്തും കയ്യിലും കാലിലും എല്ലാം ഞാൻ പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു. കാരണം ഡോക്ടർ പറഞ്ഞിരുന്നത്, ഇച്ചായനെ തിരിച്ച് കിട്ടിയാലും ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ല, സംസാരിക്കുമോ എന്നറിയില്ല, കൈകൾ കാലുകൾ അനക്കുമോ എന്നറിയില്ല, നമുക്ക് തിരിച്ച് പഴയ രൂപത്തിൽ കിട്ടുമോ എന്നറിയില്ല. അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഡോക്ടർ. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഇച്ചായൻ്റെ. ഡോക്ടർ ഓരോ ദിവസവും എന്നോട് പറയും, സംസാരിക്കില്ലെന്ന് പറയുന്ന ദിവസം
ദിവസം ഞാൻ ഇച്ചായൻ്റെ ചുണ്ടിൽ തൈലം പുരട്ടി കൊടുക്കും. കൈകൾ അനക്കൂല എന്ന് പറയുന്ന സമയത്ത് കൈകളിൽ ഞാൻ പുരട്ടി കൊടുക്കും. അങ്ങനെ ഡോക്ടർ എന്ത് പറഞ്ഞിട്ട് പോകുമോ 5 മിനിറ്റിനുള്ളിൽ ഞാനിത് പുരട്ടി 5-10 മിനിറ്റിനുള്ളിൽ ഇച്ചായൻ ആ ഡോക്ടർ അനക്കൂലെന്ന് പറഞ്ഞാൽ കൈകൾ അനക്കുകയും കാലുകൾ അനക്കുകയും അതുപോലെ തന്നെ ട്രക്യാസ്റ്റമി ചെയ്തായിരുന്നു ഐസിയുവിൽ കിടക്കുന്നത്. വെന്റിലേറ്റർ 7ാമത്തെ ദിവസം തന്നെ ഊരി. കാരണം ഞാൻ വെന്റിലേറ്ററിൻ്റെ അവിടെ നമ്മുടെ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചു. കാരണം മാതാവ് വേണം ഇവിടെ നിന്ന് എൻ്റെ ഇച്ചാനെ ശുശ്രൂഷിക്കാൻ. കാരണം നമ്മൾ ആരും നിർമ്മിച്ചാൽ നമ്മുടെ കയ്യിലൊന്നുമല്ല, അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അത് കാരണം ആ കാശ് രൂപ ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു, മാതാവിന് മാത്രമേ ഞങ്ങളുടെ ഇച്ചായനെ തിരിച്ചു തരാൻ പറ്റുള്ളൂ. 3 കുട്ടികളുടെ അപ്പനുമാണ്. മാതാവ് ആ ഉണ്ണീശോട് പറഞ്ഞ് എനിക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ 7ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞത് 6 മുതൽ 12-16 ആഴ്ചയാണ് വെന്റിലേറ്റർ മാത്രം പറഞ്ഞത്. ആ സ്ഥാനത്ത് 7ാമത്തെ ദിവസം അത്ഭുതം എന്ന് പറയട്ടെ, നമുക്ക് ആ വെന്റിലേറ്റർ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇച്ചായൻ കയ്യും കാലുകൾ അനക്കുവാനും ആദ്യമൊക്കെ ബെഡ്ഷീറ്റോട് കൂടിയിട്ടാണ് കസേരയിലെടുത്ത് പൊക്കുന്നത്. പക്ഷേ ഞാൻ ആ ഐസിയുയിൽ ഇരുന്ന് മാതാവിൻ്റെ ആ വിശുദ്ധ തൈലം പുരട്ടുന്ന സമയത്ത് തന്നെ കൈകളും കാലുകളും ശരിക്കും നമ്മുടെ കൺമുമ്പിൽ നമ്മളങ്ങ് അത്ഭുതമാണ്. നേഴ്സുമാർ പോലും അവിടെ നിന്ന് കരയുകയാണ്. കാരണം അത്രയും അത്ഭുതത്തോടു കൂടി അതെല്ലാം മാറുകയും ട്രക്യാസ്റ്റമി ഉള്ളത് കാരണം ഡോക്ടർ പറഞ്ഞു സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതുപോലും കാണിക്കുന്നില്ല, എന്നാലും നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ആ തൊണ്ടയിലും ചുണ്ടിലും പുരട്ടിക്കൊടുത്തത് മൂലം ഒരു ദിവസം ഞാൻ ഐസിയുയിൽ ചെല്ലുന്ന സമയത്ത് ഇച്ചായൻ എനിക്ക് ഉമ്മ തരികയും അത് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നു. ആ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ ട്രക്യാസ്റ്റമി ക്ലോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം 3 ആഴ്ചയോളം ഐസിയുയിൽ കണ്ടിന്യൂ ചെയ്തു. ആ ഓരോ ദിവസവും ആ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ് ഉൾപ്പെടെ നമ്മുടെ കൃപാസന മാതാവിൻ്റെ അത്ഭുതം കാണുവാനായിട്ട്, കാരണം നമ്മൾ പരസ്യമായിട്ടാണ് ഈ മാതാവിൻ്റെ ഈ വിശുദ്ധ തൈലം നമ്മൾ പുരട്ടി പ്രാർത്ഥിക്കുന്നത്. അതും വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അവിടെ നാണക്കേടോ ഒന്നുമല്ല, നമുക്ക് മാതാവിൻ്റെ അത്ഭുതം നമുക്ക് കാണണം. എനിക്ക് അത്രയും ഉറപ്പായിരുന്നു. എല്ലാവരും എന്നെ ഇച്ചായൻ്റെ മരണത്തിന് വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 3ാമത്തെ ആഴ്ചയിൽ ഇച്ചായനെ ഐസിയിൽ നിന്ന് റൂമിലോട്ട് മാറ്റി. ആ റൂമിലോട്ട് മാറ്റിയ സമയത്ത് ഇച്ചായൻ്റെ കൈക്കും കാലിനൊന്നും ബലം ഒന്നുമില്ല. നമ്മൾ എടുത്ത് വേണം നമ്മൾ സ്ട്രെച്ചറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ. പക്ഷേ ആ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചെന്നാൽ ഐസിയിൽ നിന്ന് ആ മാതാവിൻ്റെ ആ കാശ് രൂപം എടുത്തുകൊണ്ട് വന്ന് റൂമിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. വിശുദ്ധ തൈലം ഞാൻ ആ റൂമിൻ്റെ കട്ടളപാതിലയിൽ ഞാൻ കുരിശാകൃതിയിൽ വരച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവാണ് ഇവിടെ നമുക്ക് കാവൽ വേണ്ടത്, ഐസിയിലെ പോലെ തന്നെ ഇവിടെയും അത്ഭുതം പ്രവർത്തിക്കണമെന്ന്. അതുപോലെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇച്ചായൻ നടന്ന്, ഇപ്പോൾ ഈ നിൽക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഇച്ചായൻ സെബാസ്റ്റ്യൻ എന്നാണ് പേര്. നടന്ന് ഓരോ കാര്യങ്ങളും സെൽഫായിട്ട് ടോയ്ലറ്റിലെ കാര്യവും സെൽഫായിട്ട് ഓരോ കാര്യവും ചെയ്യാനുള്ള പൂർണ്ണ ആരോഗ്യത്തോടെ നല്ല ഓർമ്മശക്തിയോടെ. ഞാൻ ചോദിച്ചു, 4ാമത്തെ ദിവസം 29ാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ വീട്ടിൽ പോയിട്ട് ഇനി വല്ല ഫിസിയോയോ എന്തെങ്കിലും ചെയ്യണോ? ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഒരാവശ്യവുമില്ല, കൈക്കും കാലിനും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ദൈവം നമുക്ക് നിൻ്റെ ഹസ്ബൻഡിനെ തന്നിരിക്കുന്നത്. അതിനെല്ലാം നമ്മുടെ ഈ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബം മുഴുവനും. കാരണം ആ വിശുദ്ധ തൈലം നമുക്ക് അത്രയും അത്ഭുതമാണ്. അത് മിനിറ്റുകൾക്കുള്ളിലാണ് നമുക്ക് അവിടെ ഡോക്ടർ നമ്മുടെ അടുത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞു പോണ 5-10 മിനിറ്റിനുള്ളിൽ നമ്മളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടെ നമുക്ക് ആ അത്ഭുതം കാണുവാൻ സാധിച്ചു. ഇവിടുന്ന് നമ്മൾക്ക് കിട്ടിയ ആ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധാ ഒരു പത്രമല്ല, അതിനത്രയും വിശുദ്ധമാണ്. ആ പത്രം കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിലെ ഓരോ പേഷ്യൻറ്റിൻ്റെയും കയ്യിൽ കൊടുത്തു. അതിൻ്റെ അകത്ത് കൊടുത്തപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർക്ക്
ബെറ്ററായിട്ട് ഓരോ ദിവസവും ഓരോ ബൈസ്റ്റാൻഡർമാരും വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പേഷ്യൻറ്റിന് ഇന്ന് ഇമ്പ്രൂവ് ആയി കേട്ടോ, ഞങ്ങളുടെ ഡോക്ടർ ഇന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞു. അത് എൻ്റെ ഇച്ചായന് മാത്രമല്ല, ഈ പപ്പ ഉടമ്പടി എടുത്തത് മൂലം അനുഗ്രഹം ലഭിച്ചത്. ആ ഹോസ്പിറ്റലിൽ വേറെയും പേഷ്യൻറ്റിന് നമ്മൾ ആ കൊടുത്ത പത്രം മൂലം ഒരുപാട് പേഷ്യൻറ്റിന് ഒക്കെ ഇമ്പ്രൂവ് ആകുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇച്ചായനെ ഇപ്പോൾ ഒരു മാസത്തെ ഒരു ഗുളിക തന്നു വിട്ടു എന്നല്ലാതെ ഒരു ഫിസിയോയോ വേറെ ഒരു ട്രീറ്റ്മെൻറ്റോ ഞങ്ങൾക്ക് വേണ്ടി വന്നില്ല. അത്രയും അത്ഭുതമാണ് ഈ മാതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. മാതാവിന് 1000 നന്ദി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും മുന്നേ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഉടമ്പടിയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുർബാന എന്നും കൈക്കൊള്ളണം, എന്നും കുർബാനയ്ക്ക് കൂടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് നമുക്ക് പള്ളിയിൽ നേരിൽ പോയി കൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം പള്ളിയിൽ നേരിൽ തന്നെ പോയി നമ്മൾ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. ICUലും റൂമിലുമായി ഇച്ചായം കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൊക്കെ ഇരുന്ന് യൂട്യൂബിലൂടെ കുർബാന കൂടുകയും നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളും പ്രസംഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം പങ്കെടുത്തു. റൂമിൽ വന്ന സമയത്ത് ഇച്ചായനെ യൂട്യൂബിലൂടെ സ്പീക്കറിലിട്ടിട്ട് അന്നേരം ഇച്ചായനെ കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാം കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇച്ചായന് നല്ല ഓർമ്മയും കാര്യങ്ങളും കിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തർക്കും പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ കഴിയുന്നത് പോലെ ചെറിയ രീതിയിൽ സഹായിക്കുക, നമ്മൾ തിരികൾ കത്തിച്ച് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക, ബൈബിള് വായിക്കുക, ഇതൊക്കെയാണ് കൊന്ത ചെല്ലുക, ഇതൊക്കെയാണ് ഞങ്ങൾ ദിവസവും ചെയ്തു പോന്നിരുന്നത്. പ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ആ ടൈം വെച്ചല്ല ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ട്, നമ്മൾക്ക് പറ്റുന്ന സമയത്തല്ല നമ്മൾ ബൈബിൾ വായിക്കുകയും ഇനി വായിക്കാൻ പറ്റാത്ത സമയത്താണ് ഞങ്ങളത് സ്പീക്കറിലിട്ട് കേൾക്കുകയും ചെയ്യുമായിരുന്നു. റൂമിൽ നമ്മൾ മാതാവിൻ്റെ കൊന്ത വയ്ക്കുകയും മാതാവിനോടുള്ള പാട്ടുകൾ വയ്ക്കുകയും അങ്ങനെ ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞെന്ന മാതാവിൻ്റെ ഒരു പ്രാർത്ഥനാലയം പോലെയാണ് ഞങ്ങളുടെ റൂമിൽ ഞാനും ഇച്ചായനും കഴിഞ്ഞ ആ ഒരാഴ്ച കഴിഞ്ഞ ആ ഹോസ്പിറ്റലിൻ്റെ റൂമിൽ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് മാതാവ് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തന്നത്.